ഇന്ന് ജേസൺ ജേക്കബ് മാർച്ച് 26 2025 നമ്മളൊരു ചെറിയ ട്രിപ്പൊക്കെ അടിച്ചിട്ടാണ് ഇപ്പൊ തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. How was your day, man? ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, അട്ടൊരു ശോകമാണ് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ദിവസം ഏകദേശം എത്ര രൂപ പൊട്ടി? ഇന്നത്തെ ദിവസത്തിന്റെ കറക്റ്റ് കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ വാഗമൺ ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നത്. ഇതിന് മുന്നേ ഞാനൊരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് വന്നതാ. ആ ഷൂട്ടിന്റെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൊന്നുബാബയുടെ പേജില് ലാസ്റ്റ് പോർഷൻ, ഇപ്പൊ നിലവിലുള്ളതിൽ ലാസ്റ്റ് വീഡിയോയില് ലാസ്റ്റ് അവസാനത്തെ ഒരു 2-3 മിനിറ്റിൽ ഉണ്ട് വണ്ടിയുടെ പുകയൊക്കെ വരുന്ന കുറെ വിഷ്വലൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്തുണ്ട് വണ്ടി ഇവിടെ പണിയായിട്ട് കിടക്കുമായിരുന്നു. അതെ, ആ പണിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ അത് റെഡിയാക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തേക്കുമായിരുന്നു. ചേട്ടന്റെ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. ചേട്ടൻ 14 ദിവസം എടുത്താ പണിഞ്ഞത്. 14 ദിവസം എടുത്ത് ചേട്ടൻ പണിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടോട്ടല് പുള്ളിക്ക് ഞാൻ ഫസ്റ്റ് 6000 രൂപ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്തിട്ടാണ് പുള്ളി പണി തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ടോട്ടല് പുള്ളിക്കാരൻ 18 സംതിങ് എന്നോട് പറഞ്ഞു. അങ്ങനെ ആ ക്യാഷുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. 12 രൂപ ഓക്കെ, അതിനുവേണ്ടി മാത്രം 12 എൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് ക്യാഷ് എല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടി പുള്ളി ടെസ്റ്റ് ഡ്രൈവിന് എടുക്കാൻ വേണ്ടി തന്നു. ടെസ്റ്റ് ഡ്രൈവിന് എടുത്തപ്പോഴത്തേക്ക് ഫസ്റ്റ് പണി ഫോണില്ല. ചേട്ടൻ എല്ലാം ചെയ്തു കേട്ടോ. ഫോണിന്റെ വയറ് കണക്കാൻ മറന്നു. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും വർക്ക്ഷോപ്പിൽ കയറ്റി അങ്ങനെ ഹോൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് എന്തോ ടയറിന്റെ ഹോൺ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ വേറൊരു സംഭവം നടന്നിരുന്നു. ടയർ ഫുള്ള് വെട്ടി തേഞ്ഞ് മറ്റേ ത്രെഡൊക്കെ നൂലൊക്കെ പുറത്തിങ്ങനെ തൂങ്ങി കിടക്കുന്നു. ഞാൻ നോക്കി ഇതെന്താ ഇത്ര കൊടുത്തപ്പോൾ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അത്രയും ഇല്ലായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ടയർ വെട്ടി തേഞ്ഞതാ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പിനെ എടുത്ത് ഞങ്ങൾ ഇട്ടു. സ്റ്റെപ്പിനെ എടുത്തിട്ടാണ് ചെക്ക് ചെയ്യാൻ പോയപ്പോഴാണ് മറ്റേ ഹോണിന്റെ കാര്യം കണ്ടത്. പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഹോൺ റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ ചേട്ടന് ക്യാഷും കൊടുത്ത് ബായിയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും വാഗമൺ വരെ വന്നതല്ലേ, അപ്പം നമുക്ക് ഒന്ന് പൈൻ ഫോറസ്റ്റും മറ്റേ ഗ്ലാസ് ബ്രിഡ്ജും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുവേണ്ടി പോയി. ആ ഗ്ലാസ് ബ്രിഡ്ജ് പോകുന്നൊരു വലിയ കഥ തന്നെ ഉണ്ട്. 250 രൂപ 5 മിനിറ്റിന് അപ്പോഴേ അവിടെ ഒരു ചേച്ചി അവിടെ ഇങ്ങനെ ഫുൾ ടൈം അവിടെ ഇരിക്കുക, കിടക്കുന്ന പോലെ ഇരിക്കുന്നത്. അപ്പുറത്ത് വേറൊരാള് വിസിലും ടൈമറായിട്ട് വേറൊരാള് 5 മിനിറ്റ് കൂടി ഞാൻ അപ്പോഴേ റെഡി വിസിലടിച്ച്. അങ്ങനെ 5 മിനിറ്റ് ആയപ്പോൾ തന്നെ വിസിലടിച്ച് ഞങ്ങളെ പുറത്തിറങ്ങി. എന്നിട്ട് പിന്നെ തിരിച്ചിറങ്ങി വരും. അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത്. നമ്മൾ ആദ്യമേ കയറുമ്പോൾ തന്നെ നമുക്ക് 2 പേർക്ക് എൻട്രി ഫീസ് എന്ന് പറഞ്ഞിട്ട് 25 രൂപ കൊടുത്തു. പിന്നെ കാറിന് 30 രൂപ. ഇതെല്ലാം കൊടുത്തിട്ട് നമ്മൾ ആ റോഡ് കയറി കഴിഞ്ഞുണ്ടല്ലോ നമുക്ക് അതെ സത്യം വണ്ടിയുടെ അലൈൻമെന്റ് നല്ല പുത്തൻ അലൈൻമെന്റ് ഒക്കെ ആയിട്ട് പോകുന്ന വണ്ടിയാണെങ്കിൽ അതെല്ലാം പോകുന്നല്ല പോയി. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം അലൈൻമെന്റ് പോയി കിട്ടും. അപ്പൊ അതുപോലെ തെറി വിളിച്ചാണ് വണ്ടി ഓടിച്ചത് ഞാൻ. അതെ, ഞാൻ മാത്രമല്ല കേട്ടോ, കൂട്ടിരിക്കുന്ന ആള് നല്ല വിളിയായിരുന്നു. അതെ, അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് മഴ പെയ്തപ്പോഴത്തേക്ക് വണ്ടിയിൽ AC ഓൺ ആക്കിയിട്ട് ഗ്ലാസ് ഇട്ടപ്പോഴത്തേക്ക് എന്താ AC വർക്ക് ആവുന്നില്ല. ചേട്ടന് AC കണക്ട് ചെയ്യാൻ മറന്നു. അങ്ങനെ ഞങ്ങൾ ചേട്ടനോട് ഇവിടെ നിന്ന് വിളിച്ചിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നേരെ പിന്നെയും പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താ ചേട്ടന്റെ പണിയുടെ ഗുണം കൊണ്ടാണോ കുറവ് കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ. അതെ, അപ്പുറത്തെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. ആ ചേട്ടനെ പണി അറിഞ്ഞൂടാ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പുറത്തെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. അതെ, അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ആ ചേട്ടന്മാർ എന്തൊക്കെയോ കുറെ നോക്കി. എല്ലാം മറ്റേ പ്ലഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എല്ലാം നോക്കിയപ്പോഴത്തേക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, കറണ്ടൊക്കെ വരുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പം ചേട്ടൻ പറഞ്ഞ് കംപ്രസർ അടിച്ചു പോയി. ഇതെങ്ങനെ അടിച്ചു പോയി? ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ നല്ല പുത്തനായിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ ഞാൻ AC പണിഞ്ഞിട്ട്. വണ്ടിയുടെ AC പണിഞ്ഞ് റെഡിയാക്കി ക്ലീനാക്കി കിഡിലെ AC ആക്കി കൊണ്ടുവന്ന വണ്ടിയാണ്.
കംപ്രസർ അടിച്ചു കളഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. അതും ആ ചേട്ടന്റെ കഴിവുകൊണ്ടാണോ അതോ വണ്ടിയുടെ പ്രശ്നമാണോ എന്താ എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറ. അതുപോലെ പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവട്ടെ പുല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ പോകുന്ന വരെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയറിന് കുഴപ്പമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തുടങ്ങിയതാ വണ്ടിയുടെ ഫ്രണ്ട് റൈറ്റ് സൈഡില്ല ടയർ കിടന്ന് ചാടിക്കളി. അതെ, ഞങ്ങളിങ്ങനെ ആ സൈഡ് പിടിച്ച് ലാസ്റ്റ് നമ്മളിപ്പം അവിടെ നിന്ന് അടുത്ത് നമ്മളൊരു 27 കിലോമീറ്റർ ഓടി. മുണ്ടക്കയം വരെ ഓടിയപ്പോഴത്തേക്കുള്ള ഒരു 27 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഒരു ആവറേജ് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ വല്ല 12-13 ആയിരിക്കും. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വരാൻ പറ്റത്തില്ല. അത്രയും പയ്യായിരുന്നു ഞങ്ങൾ വന്നത്. കാരണം വല്ല ഊരി പോകുന്നൊരു പേടി. അതുപോലെ അവിടെ നിന്ന് അടിക്കുമായിരുന്നു. ഇനി എന്താ പറ്റിയെന്ന് അറിയാൻ വയ്യല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഓടിച്ച് നേരെ അടുത്ത വർക്ക്ഷോപ്പിൽ ചെന്ന് വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ട് അതെ നമ്പർ 3 അവിടെ കൊണ്ട് നിർത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ പയ്യൻ ഇറങ്ങി വന്നിട്ട് അവിടെ പിന്നെ ഞങ്ങൾക്ക് അധികം നേരം നിൽക്കേണ്ടി വന്നില്ല. 5 മിനിറ്റ് പോലും നിന്നിട്ടില്ല. പയ്യൻ തന്നെ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് അവന് ചെയ്യാനൊന്നുമില്ല, ഇത് സംഭവം ടയർ ബൾജായതാന്ന് പറഞ്ഞു. അതായത് സ്റ്റെപ്പിനിയാണ് നേരത്തെ നമ്മൾ മറ്റേ ടയർ മാറ്റിയിട്ട് സ്റ്റെപ്പിനി വെച്ചേക്കാം. സ്റ്റെപ്പിനി ബൾജായതാണ്. അങ്ങനെ അത് സ്റ്റെപ്പിനി ബൾജാവാനും റീസൺ ഉണ്ട്. മറ്റേ കട്ടറേ മറ്റേ എവിടത്തെ പാർക്കിലെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോയി അവിടുത്തെ അതിന്റെ പണി കിട്ടിയതാണ്. അങ്ങനെ അത് അവിടെ നിന്ന് നേരെ പുള്ളി പറഞ്ഞ തൊട്ടപ്പുറത്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ടയറുണ്ട്, പെട്ടെന്ന് പോയിക്കോ, അവർ അടയ്ക്കാറായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ ചെന്നു ടയർ മാറ്റാൻ വേണ്ടി കയറി. അങ്ങനെ ഒരെണ്ണമായിട്ട് നമുക്ക് മാറാൻ പറ്റില്ല, രണ്ടും മാറണം. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു 7,000 രൂപ കൂടെ പോയി. അലൈൻമെൻറ്റ് കൂടെ ചെക്ക് ചെയ്യണം അവർ. അങ്ങനെ ടോട്ടലി 7,000 രൂപ അവിടെയും കൊടുത്തു. വളരെ സന്തോഷമായിട്ട് കാശായി കൊടുത്ത് ടയർ 2 മാറി എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കംപ്രസർ മാറുമ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ ടോട്ടലി 25,000 രൂപ എന്റെ കയ്യിൽ നിന്ന് ഈ വണ്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിക്ക് മാത്രം എണ്ണ ഇല്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഇതിനു വേണ്ടി വന്നതിന്റെ ബാക്കി ചെലവുകളും കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല. ഒന്നും കൂട്ടിയിട്ടില്ല. എൻട്രി ഫീ ഒന്നും കൂട്ടിയിട്ടില്ല. അതെ, ഒന്നും കൂട്ടാണ്ട് നമുക്ക് ഇത്രയും എനിക്ക് മാത്രം 25,000 രൂപ ഇപ്പൊ വരെ കൂട്ടിയിട്ടുണ്ട്. ബാക്കി കൂട്ടാതെ കേട്ടോ. ഇനി പെട്രോളിന്റെ അലവൻസ് മറ്റേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ ഞാൻ 2000 സംതിങ് രൂപ 2,100 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. അതിനിപ്പം ബാക്കി കൊല്ലം എത്തുമ്പോഴത്തേക്ക് ഇനി എത്ര ആവുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇനി ഇതിനകത്ത് ഇനി കൂടാനുള്ളത് കംപ്രസർ ഉണ്ട്. പിന്നെ സസ്പെൻഷൻ ഫുള്ള് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അലൈൻമെന്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ കൊല്ലം വരെ ചെയ്തു തരാം, അല്ലെങ്കിൽ ഈ ടയറും പോകുന്നു പറഞ്ഞു. അല്ലെങ്കിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം വരെ ഈ ടയറും പോയി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അത് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പൊ നാളെ കൊണ്ടുപോയിട്ട് കംപ്രസർ നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സസ്പെൻഷൻ എല്ലാം കൂടെ കഴിയുമ്പം എനിക്കറിയില്ല എത്ര ആവുമെന്ന്. അപ്പൊ പിന്നെ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമായി, വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പോ എനിക്കൊന്നും പറയാനില്ല. പിന്നെ വണ്ടിയുടെ കംപ്ലൈന്റിന്റെ കാര്യം കുറിച്ച് ഇതിന് തൊട്ട് മുമ്പത്തെ റീല് ഞാനായിട്ട് വ്ളോഗൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇതിന് തൊട്ട് മുമ്പത്തെ വ്ളോഗ് കാണണമെങ്കിൽ വണ്ടിയിൽ പുക വരുന്ന സാധനമൊക്കെ ഉണ്ട്. പൊന്നുപാവയുടെ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, അതായത് യൂട്യൂബ് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഇട്ടേക്കുന്ന വീഡിയോയിൽ വാഗമൺ ട്രിപ്പിന്റെ ട്രക്കിങ്ങിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അതെ, ആ സെക്കൻഡ് പാർട്ടിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വണ്ടി പുകഞ്ഞു കിടക്കുന്ന ഒരു വിഷ്വൽ കാണാം. അതാണ് എൻ്റെ വണ്ടി. അതെന്റെ സ്വന്തം വണ്ടിയാണ് ഈ വണ്ടി. ഇപ്പൊ ഞാൻ ഇതാണ് അമ്പുസാർ ഇപ്പൊ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന എന്റെ വണ്ടി, എന്റെ സ്വന്തം വണ്ടി. അതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. ഇനി നിങ്ങൾ പറഞ്ഞു ഞാൻ എന്തോ ചെയ്യണം? ഇതുകൂടെ കഴിഞ്ഞ് ഇനി വീട്ടിൽ ചെന്ന് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇനി ഈ വണ്ടി ഞാൻ ആർക്കും കൊടുക്കില്ല. ഇനി ബാക്കി അത് കൊണ്ടുപോയിട്ട് ഇപ്പൊ മറ്റേ അലൈൻമെന്റിലെ സസ്പെൻഷൻ കൂടെ നോക്കി കഴിഞ്ഞിട്ട് അതിന്റെ ഇത് എന്താന്ന് വെച്ചാൽ അതും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് അത് ഫുൾ അങ്ങ് തീർത്ത് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇനി ആർക്കും ഇല്ല, കൊടുക്കുന്നില്ല. ഈ വണ്ടി കൊടുക്കാനായിട്ട് ഒരുപാട് പേര് എന്നെ മോട്ടിവേറ്റ് കൊണ്ടിരുന്ന ഇനി ഞാൻ കൊടുക്കുന്നില്ല വണ്ടി. കാരണം കൊടുത്താൽ എനിക്ക് മുതലാവത്തില്ലെന്നേ. ഈ ചെയ്ത പണിയുടെ കാശ് പോലും എനിക്ക് കിട്ടില്ല. 10-30 ഇപ്പൊ തന്നെ 25 രൂപ ഇറക്കി, 10-30 രൂപ ഇറക്കിയിട്ട് വിൽക്കാന്ന് വെച്ചാല് നടക്കുന്ന ഓപ്ഷൻ അല്ല. 30 അതിൽ കൂടുതലാവണം. 30 നിക്കില്ല. 45-50 രൂപ കൂട്ടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി പണിയും കൂടെ പിന്നെ പുറത്തെ പണി കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്ക് 70 രൂപ 60 രൂപയുടെ മേളിൽ കയറും. പിന്നെ ഞാൻ ഈ വണ്ടി കൊടുത്ത് എത്ര രൂപ എനിക്ക് കിട്ടും? അതിനെന്താ പണിയാതെ വിൽക്കുന്നതല്ലേ. അപ്പോ വണ്ടി ഇനി കൊടുക്കുന്നില്ല. ഇനി ഇതിന്റെ ബാക്കി എന്തായാലും ഇപ്പോഴാണെങ്കിൽ ബ്ലോഗ് എന്ന് പറഞ്ഞൊന്ന് എടുക്കാന്ന് വെച്ചാൽ ഇത്രയും വിഷമം കണ്ടിട്ട് ഞാനല്ല ഇങ്ങനെ പറഞ്ഞോണ്ടെടുത്ത കേട്ടോ. ഇന്നലെ എത്ര മണിക്കാ ഉറങ്ങിയ?
ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ടില്ല. നീ ഉറങ്ങുന്ന ട്രെയിനിലാ 1 മണിക്കൂർ. അതെ, ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടുമില്ല. ആക്ച്വലി ഞാൻ ട്രെയിനിൽ 1 മണിക്കൂർ ഉറങ്ങിയായിരുന്നു. പിന്നെ ബസ്സിൽ ഇരുന്ന് ഒരു 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. അതെ അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഉറങ്ങിയിട്ടൊന്നും ചിലപ്പം മാക്സിമം ഒരു 1/2 മണിക്കൂർ ഉറങ്ങി കാണും, അത്രേ ഉള്ളൂ. 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട് ടോട്ടൽ. അങ്ങനെ ഇന്ന് 4 വർക്ക്ഷോപ്പും 25,000 രൂപ വണ്ടിയുടെ പുറത്തും 1.5 മണിക്കൂർ തുറക്കും. 15,000 രൂപ അല്ലാതുള്ള ചെലവും കഴിഞ്ഞ് 1.5 മണിക്കൂർ തുറക്കും. 1.5 മണിക്കൂർ തുറക്കും. പിന്നെ ഇനി ബാക്കി ഇനി വീട്ടിലോട്ട് ചെല്ലാൻ കിടക്കുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇനി എത്ര ചെലവ് വരുമെന്ന് ആർക്കറിയാം, ഇല്ലടാ? അതെ അതെ, അറിയാനേ വയ്യ. ഇനി എത്ര വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങേണ്ടി വരുവോളെ. അതെ, എന്തായാലും ഇവിടം വരെ എത്തി. കൊല്ലം മതിയായിരുന്നു, വീട്ടിൽ പോയി കിടന്നൊന്ന് ഉറങ്ങായിരുന്നു. അപ്പൊ ഓക്കെ ഗായ്സ്, സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു. ഇനിയിപ്പോ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞാൻ പോണ്. ഓക്കെ, ബൈ 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 ബൈ.